empty relation. ആദ്യത്തെ റിലേഷൻ പഠിക്കുന്നത് empty relation ആണ്. Let capital A be any non-empty set. Non-empty means അതിനകത്ത് മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. A 5 is a subset of A cross A. ഇവിടെ 5 റെപ്രസെന്റ് ചെയ്യുന്നത് നൾ സെറ്റ് ആണ്, ഒന്നുമില്ലാത്ത സെറ്റ് എന്ന് പറയുന്നത് A cross A യുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. So null set can be considered as a relation on A. Null setനെ നമുക്ക് റിലേഷൻ ആയിട്ട് കണക്കാക്കാം. The relation null set is called empty or void relation on the set A. ഒന്ന് മനസ്സിലായില്ലേ സാർ? പേടിക്കണ്ട. ഇപ്പൊ നമ്മുടെ ക്ലാസ് +1 ക്ലാസ് +2 ഒരേ സമയം പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേര് പറയാൻ പറഞ്ഞാൽ there is no such student. അങ്ങനെ ഒരു സ്റ്റുഡന്റ് ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ അവൻ ക്ലാസ് +1 അല്ലെങ്കിൽ +2 രണ്ടിലും കൂടി പഠിക്കും ഒരാൾ ഇല്ല. അപ്പൊ അതെന്താണ്? എംറ്റി റിലേഷൻ ആണ്. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് പോസിബിൾ അല്ല. ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് A = 1, 3, 5, 7 and the relation are on A defined as A cross A അംഗമായിരിക്കണം. X + Y is odd. X + Y എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം. അപ്പോ ഞാൻ ഇതിൽ നിന്ന് 1 എടുത്തു, ഇതിൽ നിന്ന് 3 എടുത്തു. അത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ 1 + 3 that is 4. That is when I take 1 and 3 is an ordered pair. The sum of these two is equal to 4. This is an odd number. This is not an odd number. It's an even number. Odd number അല്ല, even number ആണ്. അപ്പോ ഇതിനകത്ത് ആരൊക്കെ തമ്മിൽ ജോഡി ചെയ്തു? 1, 7 എടുത്തു, 1,7 എടുത്തു. 1,7 എടുത്താലും 1 + 7 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. It is not an odd number. പക്ഷെ ഇവിടെ പറഞ്ഞ ഓഡ് നമ്പർ കിട്ടണമെന്നാണ്. അപ്പൊ ഓഡ് നമ്പർ കിട്ടില്ല, അപ്പൊ അങ്ങനെ സെറ്റ് ഇല്ല. So our sum of two odd number is always even or is an empty relation on A. അതുകൊണ്ട് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി റിലേഷൻ ആണ്. കാരണം അതിനൊരു ഉത്തരം ഇല്ല. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ് കേട്ടോ. സോ ലെറ്റ് A capital A be any non empty set. അതായത് നൾ സെറ്റ് അതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരികയാണ് A cross A യില്. Then null set can be considered as a relation on A. Then the relation null set is called the empty or void relation or on the set A. Okay. Second type of relation is universal relation. Let capital A be any non-empty set as A cross A subset of A cross A. അതായത് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് A cross A തന്നെയാണ്. Sir, what do you mean by cross A? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സപ്പോസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2 and B = 3, 4 ഇങ്ങനെയാണെങ്കിൽ ഈ ക്രോസ് എന്താണ്? A cross B. സാർ ഒരെണ്ണം കാണിച്ചു തരാം. എന്ന് വെച്ചാൽ 1 ന്ന് 3 1,3 എന്താ? പിന്നെന്താണ്? 1 ന്ന് again 4 1,4 അങ്ങനെ പോകും. മനസ്സിലായോ? ഇനി B cross A എന്ന് പറഞ്ഞാലോ? B cross A എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയണം. 3,1 3,2 then 4,1 4,2 അങ്ങനെ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, A cross A എന്ന് പറഞ്ഞാൽ എന്താണ്? A cross എന്ന് പറഞ്ഞാൽ A മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ. A = എന്താണ്? 1,2. ക്ലിയർ? അപ്പൊ A cross A എന്ന് പറഞ്ഞാൽ A ന്ന് A തന്നെ റിലേഷൻ. ക്ലിയർ? അപ്പൊ എങ്ങനെയാണ്? വേറൊരു A കൂടി ഉണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കുക. അത് തന്നെ എടുത്ത് എഴുതുന്ന കൂടി. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമുക്ക് 1, 1 ഉണ്ടാവും. 1,1 ക്ലിയർ? then 1, 2 then 1,2 clear? then 2, 1 2,1 okay, then 2, 2 2,2 clear? So this is A cross A. ഇപ്പൊ ഇവിടെ പറയുന്നത് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ആ റിലേഷൻ എന്ത് തന്നെയായിരിക്കും? A cross തന്നെ ആയിരിക്കും. നിങ്ങൾ റിലേഷൻ എഴുതുന്നു, അതിന്റെ ഉത്തരം എന്താണ്? A cross A തന്നെയാണെങ്കിൽ എന്ത് പറയും? ദിസ് ഈസ് എ യൂണിവേഴ്സൽ റിലേഷൻ. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ സെയിം ആണ്, അത് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. നിങ്ങൾ ഇതിനകത്ത് എനെ എയിലോട്ട് ക്രോസ് ചെയ്താൽ 1, 1 1, 3 1, 1 1, 3 1, 5 1, 7 അങ്ങനെ ഇട്ട് ഇപ്പൊ ഒരു എയും കൂടി നമ്മൾ എഴുതിയാൽ അത് മനസ്സിലാവും. A = എന്താണ്? 1, 3 5 7 ഓക്കെ. അപ്പൊ ഇതിനകത്ത് നേരത്തെ ഓഡ് ആയിരുന്നെങ്കിൽ ഇവിടെ ഈവൺ ആണ് കണ്ടോ? അപ്പൊ ഇവിടെ ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇരട്ട സംഖ്യയിലായിരിക്കണം. അപ്പൊ ഞാനിവിടെ എന്റെ A cross A കാണാൻ പോകുന്നത്. A cross A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is equal to എന്തായിരിക്കും? 1, 1 1, 3 1, 5 1, 7 കണ്ടോ? പിന്നെ again 3, 1 3, 3 3, 5 3, 7 then 5 will start ചെയ്യണം. 5, 1 5, 3 5, 5 5, 7 then 7 will start ചെയ്യണം. 7, 1
7 3 7 5 7 7 കണ്ടോ? ഇതിനകത്ത് ഇപ്പൊ ഞാനെടുത്ത് എല്ലാം എടുത്ത് കൂട്ടിയാലും അവർ രണ്ടാക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ഇപ്പൊ 1 3 എടുത്തു, 1 3 കൂട്ടിയ 4 കിട്ടും. സോ ദാറ്റ് ഇസ് ആൻ ഈവൻ നമ്പർ. അപ്പൊ എ ക്രോസ് എയിലുള്ള എല്ലാവരും ഈ റിലേഷൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ എ ക്രോസ് എയിലെ എല്ലാവരും വരുന്നത് കൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ റിലേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. Identity relation. Let the capital A be a non-empty set A. Relation R defined by capital R is equal to A comma A belongs to A is called an identity relation on A. ഒന്നുമില്ല മക്കളെ, ദാറ്റ് ഈസ് 1,1 വേണം, അല്ലെങ്കിൽ എന്താണ് 2,2 വേണം, അങ്ങനെ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നോക്കാം. For example, നോക്കാം. Capital A is equal to 1 3 5 7 and R1 R2 be defined as on A as. ഇവിടെ നോക്കാം, A cross A x മൈനസ് വൈ ഇക്വൽ ടു 0. ഇതാണ് നമ്മുടെ റിലേഷൻ. അതായത് ഇവിടെ നിങ്ങൾ ഈ എ ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എയിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യണം. ഒരു എ ഇവിടെ വരച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എ ഇവിടെ ഞാൻ വരച്ച് വെച്ചു 1 3 5 7. ഓക്കെ. എന്നിട്ട് എ ക്രോസ് എന്ന് പറഞ്ഞാൽ 1 1 1 3 1 5 1 7 അഗെയിൻ 3 1 3 3 3 5 3 7 അഗെയിൻ 5 1 5 3 5 5 5 7 again 7 1 7 3 7 5 7 7. ഇത്രയുമാണ് എ ക്രോസ് എയിലുള്ളത്. അതിനകത്ത് നിങ്ങൾ എടുത്തത് സപ്പോസ് 1 1 ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ 1 3 എടുത്തു. ഇതിലെ ഏത് ഓർഡേർഡ് പെയറാണ് ഈ പറയുന്ന കാര്യം സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അതായത് അതിന് ആദ്യത്തെ ആളിൽ നിന്ന് രണ്ടാമത്തെ ആൾ കുറയ്ക്കുമ്പോൾ 0 കിട്ടുന്നത് ഈ 1 1 അല്ലേ? 1 3 1 3 കുറച്ച് 0 കിട്ടോ? ഇല്ല. സോ 1 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. അതുപോലെ 3 3 ഉത്തരം വരുന്നുണ്ട്, 5 5 വരുന്നുണ്ട്, 7 7 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ R1 is equal to നമുക്ക് വരുന്ന ആൻസർ 1 1 കോമ, അതുപോലെ തന്നെ 2 2 കോമ, അതുപോലെ തന്നെ 3 3 കോമ, പിന്നെന്താ വരാ 2 2 ഇല്ല, സോറി ഇവിടെ 2 ഇല്ല, 5 5 കോമ, എന്താണ് 7 കോമ 7. സോ ദീസ് ആർ ഓർഡേർഡ് പെയർസ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ 1 2 3 4 പേര് വരുന്നുണ്ട്. ഇവരെ താരക്ക് തമ്മിൽ കുറച്ചാലും ഈ പറയുന്ന സാറ്റിസ്ഫൈ ചെയ്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നീ ഇവരൊന്ന് സൂക്ഷിച്ചു നോക്കി, ഇവർ ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളും സെയിം അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന റിലേഷൻ അല്ലേ? അങ്ങനെ വന്നാൽ ദാറ്റ് ഈസ് നോൺ ആസ് ഐഡന്റിറ്റി റിലേഷൻ. ഞാൻ ഇവിടെ എക്സാമ്പിൾ 2 പറഞ്ഞിട്ടുണ്ട്. എക്സ് കോമ വൈ ബിലോങ്സ് ടു എ ക്രോസ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പൊ ഇവിടെയും പറയാൻ അത് തന്നെയാണ്. അതായത് ഇപ്പൊ നിങ്ങൾ 1 5 എടുക്കുന്നതായിരിക്കും. 1 5 എടുത്തു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദിസ് തിയറി ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് മോഡുലസ് ഓഫ് 1 മൈനസ് 5 ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആൻഡ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. അങ്ങനെയാണോ? അല്ല. അപ്പോൾ 1 5 എടുക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഒന്ന് ഡിഫറൻസ് ഒന്നിലും വരില്ല. 1 3 എടുത്താൽ 1 ഡിഫറൻസ് വരില്ല, 2 ആയിരിക്കും ഡിഫറൻസ്. 1 5 എടുത്താൽ വരില്ല, 1 7 എടുത്താൽ വരില്ല. അപ്പൊ ഒന്നിനേക്കാളും ചെറുതായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഓൺലി ഇൻ ദ കേസ് എന്താണ് 1 1 അല്ലെങ്കിൽ എന്താണ് 3 3 അങ്ങനെ വരുള്ളൂ. അപ്പൊ അതും എന്താണ് ഈ പറയുന്ന സെക്കൻഡ് റിലേഷനും എന്ത് തന്നെയാണ്? ഐഡന്റിറ്റി റിലേഷൻ ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. Then most important relation in this chapter is reflexive relation. എന്താണ് reflexive relation? A relation R on a set non-empty set A is said to be reflexive if and only if A comma A belongs to R for all A belongs to A. വെരി ഈസി ആണ് മനസ്സിലാക്കി. ഇപ്പൊ 1 2 3 ഇങ്ങനെ 3 പേര് ഒരു സെറ്റിനകത്ത് ഉണ്ടെന്നായിരിക്കേ. അപ്പൊ നമ്മുടെ റിലേഷനകത്ത് എന്തൊക്കെ വേണം? 1 1 കണ്ടാ, അതുപോലെ എന്ത് വേണം? 2 2 കണ്ടാ, ഒരേ ആൾക്കാർ തന്നെ വന്നു. പിന്നെ എന്ത് വേണം? 3 3 കണ്ടാ. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. എങ്ങനെയെങ്കിലും അത്ര റിലേഷൻസ് 1 ഞാനിവിടെ വെച്ചു, ഒരു കണ്ണാടി ഇവിടെ വെച്ചു, മിറർ. അപ്പൊ 1ന്റെ ഇപ്പുറത്ത് കണ്ടാ 1 1. ദിസ് ഈസ് റിഫ്ലെക്സീവ്. ഓക്കെ. Identity and universal relations on any non-empty set are always reflexive. Converse are not true. തിരിച്ചു പറയാൻ പാടില്ല. ഐഡന്റിറ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷൻസും എന്താണ്? എപ്പോഴും എന്താണ്? റിഫ്ലെക്സീവ് ആണ്. പക്ഷെ എല്ലാ റിഫ്ലെക്സീവ് റിലേഷനും ഐഡന്റിറ്റിയും യൂണിവേഴ്സൽ റിലേഷൻസും അല്ല. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. For instance, on a 1 2 3, A സമം 1 2 3, A സമം 1 2 3 എടുത്തു. If R1 and R2 are defined as R1 is equal to 1 1 2 2 3 3 and R2 is equal to 1 1 2 2 3 3 1 3. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. Then R1 is identity relation on A. R1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി റിലേഷൻ ഓൺ A ആണ്. R2 is reflexive relation but not identity relation on A.
കണ്ടോ? അപ്പോൾ ഐഡന്റിറ്റി റിലേഷനിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് വാട്ട് ഈസ് ഐഡന്റിറ്റി റിലേഷൻസ്. കണ്ടോ? ഇവിടെ R1 R2 എന്താണ്? ഈക്വൽ ആണ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി നമ്മൾ വിട്ടുപോയി പറയാനായിട്ട്, ഐഡന്റിറ്റി റിലേഷൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ രണ്ടുപേരും ഒന്ന് തന്നെയായിരിക്കും. ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും സെയിം ആയിരിക്കും. കണ്ടോ? ഇവിടെ 1 1 വന്നു, 3 3 വന്നു, 5 5 വന്നു, 7 7 വന്നു. കണ്ടോ? ആ കാര്യമാണ് ഇതിനകത്ത് വെരി ഇമ്പോർട്ടന്റ്. ഈ ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ 1 1 വന്നിട്ടുണ്ട്, 2 2 വന്നിട്ടുണ്ട്, 3 3 വന്നിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? ഐഡന്റിറ്റി റിലേഷൻ ആണ്. അത് മനസ്സിലായോ? സോ ഹിയർ R1 is identity relation on A and R2 is reflexive relation but not identity relation on A. എന്താണ്? R2 എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവ് ആണ്. കാരണം അതിനകത്ത് 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. കൂടാതെ എന്താണ്? 1 3 കൂടി ഉണ്ട്. കണ്ടോ? 1 3 കൂടി വന്നപ്പോൾ ഇത് രണ്ടും സെയിം അല്ല. ഇത് രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് അതെന്തല്ല ഐഡന്റിറ്റി റിലേഷൻ അല്ല. പക്ഷെ ഇതിനകത്ത് എന്തുണ്ട്? 1 1 2 2 3 3 ഈ എയിലുള്ള എല്ലാവരുടെയും എന്തുണ്ട്? റിഫ്ലെക്സീവ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ്. ക്ലിയർ? In order to show that a relation R on A is non-reflexive, we need to show that A comma A belongs to R for at least once A belongs to A. Suppose ഇത് ഉണ്ടായില്ല എന്ന് വിചാരിക്കും, ഇതില്ല എന്നങ്ങൾ വിചാരിക്കും. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മൂന്നിന്റെ എന്തില്ല? റിഫ്ലക്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് റിഫ്ലെക്സീവ് റിലേഷൻ ആവില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ 1ന്റെ ഉണ്ട് 1 1, 2ന്റെ ഉണ്ട് 2 2, 3ന്റെ ഉണ്ട് 3 3. ഇത് മൂന്നും ഉള്ളത് കൊണ്ടാണ് ഈ R2 എന്ന റിലേഷൻ നമ്മൾ റിഫ്ലെക്സീവ് ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെയോ? വേറെ എവിടെ ഉണ്ടായിക്കോട്ടെ, വേറെ പലരും ഉണ്ടായിക്കോട്ടെ, അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അത് ഐഡന്റിറ്റി റിലേഷൻ അല്ല. അതിന് കാരണം 1 3 വന്നതുകൊണ്ടാണ്. ഐഡന്റിറ്റി റിലേഷൻ എല്ലാം എന്തായിരിക്കും? ഒരേ ആൾക്കാർ തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ എന്താ റിഫ്ലെക്സീവ് റിലേഷൻ? ഇപ്പൊ സപ്പോസ് 4 5 ഉണ്ടെങ്കിൽ 1 2 1 2 3 4 5 ഇങ്ങനെ 5 പേര് നമ്മുടെ എയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉത്തരത്തില് റിഫ്ലെക്സീവ് റിലേഷന്റെ ഉത്തരത്തിൽ എന്തൊക്കെ വേണം? അതിനകത്ത് 1 1 വേണം, പിന്നെ അതുപോലെ എന്താണ് 2 2 വേണം, പിന്നെ എന്താണ് 3 3 വേണം. ഓക്കെ, അതുപോലെ തന്നെ 4 4 വേണം. അതുപോലെ തന്നെ എന്ത് വേണം? 5 5 വേണം. അല്ലാതെ എന്താണ് ഏതെങ്കിലും ഒരെണ്ണം മിസ്സായി 3 3 ഇല്ല എങ്കിൽ അത് റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. നെക്സ്റ്റ് ഈസ് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ A is equal to 1 2 3 R1 ആയിട്ട് ഡിഫൈൻഡ് ഓൾസോ. ക്യാപിറ്റൽ R1 കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റിഫ്ലെക്സീവ് 1 1, ഇതിന്റെ റിഫ്ലെക്സീവ് 2 2, ഇതിന്റെ റിഫ്ലെക്സീവ് 3 3, പിന്നെ വേറെ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഇവിടെ R1 is റിഫ്ലെക്സീവ് ആണ്, കാരണം ഈ മൂന്ന് പേരുടെയും റിഫ്ലെക്സീവ് ഇവിടെ ഉണ്ട്. ഇനി R2 നോക്കാം. ഇതിന്റെ റിഫ്ലെക്സീവ് 1 1, ഇതിന്റെ റിഫ്ലെക്സീവ് 2 2, ഇതിന്റെ റിഫ്ലെക്സീവ് ഇല്ല. 3യുടെ റിഫ്ലെക്സീവ് ഇല്ല, 3 3 ഇവിടെ ഇല്ല. സോ ഹിയർ 3 3 നോട്ട് ബിലോങ്സ് ടു R2. കണ്ടോ? സോ നമുക്ക് എന്ത് പറയാം? R2 is non reflexive. R2 റിഫ്ലെക്സീവ് അല്ല. Symmetric relation. A relation R on a non-empty set is said to be symmetric if whenever A comma B belongs to R, then B comma A belongs to R. ഇവിടെ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 4 5 എന്ന് പറയുന്ന സംഖ്യ അവിടെയുണ്ട്, ആറിലുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 4 5 ബിലോങ്സിലുണ്ട്, ആറിലുണ്ടെങ്കിൽ 5 4 വേണം. 5 4 കൂടി എന്താണ്? ആറിനകത്ത് വേണം. ക്ലിയർ ആണോ? ഓക്കെ, അത്രേ ഉള്ളൂ. വെരി ഈസി. നോക്കാം നമുക്ക്. Let A sum 1 2 3 4 and R1 R2 be defined on A is R1 is equal to 1 2 2 1 3 4 4 3. അപ്പൊ നമുക്ക് നോക്കാം. 1 2 ഇവിടെ ഉണ്ടെങ്കിൽ 2 1 ഉണ്ടാവണം, 3 4 ഇവിടെ ഉണ്ടെങ്കിൽ 4 3 ഉണ്ടാവണം. അപ്പൊ R1 എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക് ആണ്. ഇനി R2 നോക്കാം. R2 പറയുന്നത് 1 3 ഉണ്ട്. അപ്പൊ 3 1 ഇവിടെ ഉണ്ടോ നോക്കി. 3 1 not belongs to R2, so this is not a symmetric relation, but first one R1 is symmetric. Clear? Let A be the set of all straight line drawn in a plane. അത് വേണ്ട. അടുത്ത transitive relation. A relation capital R on a non-empty set A is said to be transitive if whenever A comma B belongs to R and B comma C belongs to R, then A comma C belongs to R for all A B C belongs to A. എന്താണ് സാർ ഇതിനർത്ഥം? ഇപ്പോ 1 2 ഉണ്ടെങ്കിൽ 2 3 ഉണ്ടെങ്കിൽ, അതായത് ഇവിടത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. കണ്ടോ? ഇവിടെ എൻഡ് ചെയ്യുന്ന ആളും ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളും സെയിം ആയിരിക്കണം എങ്കിൽ ആദ്യം പറഞ്ഞ 1 3 ഇവിടെ ഉണ്ടാവണം.
ഇതാണ് നമ്മുടെ എന്ത് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ 1 1 മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതാണ് ആദ്യത്തെ ആള്. രണ്ടാമത്തെ ആൾ ഇത് സ്റ്റാർട്ട് ചെയ്യണ്ടേ, അപ്പൊ ഇത് തന്നെ എടുക്കാം. അപ്പൊ 1 1 1 1 1 1. അപ്പോ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആൾ ഇവിടെ വന്നു, അതാണല്ലോ. ഓക്കെ, പിന്നെ ഇതും ഒരുമിച്ച് അത് ഇതാണല്ലോ ഉണ്ടോ. അപ്പൊ 1 1 വരികയാണെങ്കിൽ അതെന്താണ്, ട്രാൻസിറ്റീവ് ആണ്. കാര്യം ഓർത്തിരിക്കണേ. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ലെറ്റ് എ 1 2 3 4 ആൻഡ് R1 ആർ ടു ബി ഡിനോട്ടഡ് ആസ് എ ആസ് R1 എന്ന് പറഞ്ഞാൽ 1 2 ഉണ്ട്, 1 2 ഉണ്ട്. ഇനി 2 സ്റ്റാർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 2 3 ഉണ്ട്. അപ്പൊ എന്താണ്, 1 3 വേണം, 1 3 ഇവിടെ ഉണ്ട്. സോ ദിസ് ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ദെൻ R2 നോക്കാം, 1 1 2 2 3 3 4 4. അതാണ് നേരത്തെ സാറ് പറഞ്ഞത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും, ട്രാൻസിറ്റീവ് റിലേഷൻസ് ആയിരിക്കും. ക്ലിയർ? So please visit part 3 for solved examples.